എന്തായിരിക്കും വരുൺ ഗാന്ധിയുടെ മനസ്സിൽ? ഈ തിരഞ്ഞെടുപ്പിൽ സഞ്ജയ് ഗാന്ധി പരിവാറും രണ്ടു വഴിക്കാകുമോ? BJP സീറ്റ് നിഷേധിച്ചതോടെ വരുൺ ഗാന്ധി കടുത്ത പ്രതിഷേധത്തിലാണ്. നാളെയാണ് പിലിഭിറ്റിൽ വരുൺ ഗാന്ധി വലിയ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത് നാളെയാണ്. 4 സെറ്റ് നാമനിർദ്ദേശ പത്രിക വരുൺ വാങ്ങിവെച്ചിരുന്നു. ഒപ്പം സ്വന്തം അണികളോട് നിർദ്ദേശിച്ചു, പിലിഭിറ്റിലെ എല്ലാ ഗ്രാമങ്ങളിലും 2 വണ്ടികളും 10 മോട്ടോർ ബൈക്കുകളും വീതം തയ്യാറാക്കി നിർത്തുക. വലിയ റോഡ് ഷോയോടെ നാളെ പത്രികാ സമർപ്പണം. BJP വഞ്ചിച്ചു എന്ന വേദനയിലാണ് ഇപ്പോൾ വരുൺ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്രണിത ഹൃദയനായി പിന്മടങ്ങുന്നു എന്ന് അടുത്ത ചില സുഹൃത്തുക്കളെ അറിയിച്ചു കഴിഞ്ഞു. 1989 മേനകാ ഗാന്ധി ജനതാദൾ ടിക്കറ്റിൽ MP ആയി ജയിക്കുമ്പോൾ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന 10 വയസ്സ് തികയാത്ത കുട്ടിയായിരുന്നു വരുൺ. അമ്മ സുൽത്താൻപൂരിലേക്ക് മാറിയപ്പോൾ വരുൺ ഗാന്ധി പിന്നെ പിലിഭിത്തിൽ MP ആയി. രാജീവിന്റെ മകൻ തോറ്റപ്പോഴും കഴിഞ്ഞ വട്ടം സഞ്ജയന്റെ മകൻ ജയിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ BJPയുമായുള്ള വരുണിന്റെ ബന്ധം വഷളായി. അടുത്ത് കാണുന്ന സന്യാസിമാരെയൊന്നും ശല്യപ്പെടുത്തണ്ട, ആർക്കറിയാം, അയാൾ ചിലപ്പോൾ നാളെ നിങ്ങളുടെ മുഖ്യമന്ത്രിയാകും. UPയിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ വരുൺ പലവട്ടം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. വൈകാതെ 2021 മേനകയും വരുണും BJP ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്തായി. അമേഠിയിലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയുടെ ലൈസൻസ് UP ആരോഗ്യവകുപ്പ് ഒരു രോഗി മരിച്ചതിന് പിന്നാലെ റദ്ദാക്കി. ഒടുവിലിപ്പോൾ മുംബൈ BJPയിൽ ചേർന്ന സംസ്ഥാന മന്ത്രിയായ മുൻ കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദ പിലിഭിറ്റിൽ സ്ഥാനാർത്ഥിയാവുന്നു. അമ്മ മനേകാ ഗാന്ധിക്ക് ഇത്തവണയും സുൽത്താൻപൂരിൽ BJP സീറ്റ് നൽകിയിട്ടുണ്ട്. അച്ഛൻ സഞ്ജയ് ഗാന്ധി മത്സരിച്ച അമേഠിയിൽ BJP വിമതനായി കോൺഗ്രസ് പിന്തുണയോടെ വരുൺ ഗാന്ധി പോരിനിറങ്ങുമോ? അഭ്യൂഹങ്ങൾ ശക്തമാണ്. വരുൺ നാളെ മൗനം വെടിഞ്ഞേക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.